ഹലോ, വെൽക്കം ടു മൈ ചാനൽ. ഇന്ന് നമുക്ക് ചിക്കൻ ലിവർ നന്നായിട്ടൊന്ന് വരട്ടിയെടുത്താലോ. അതിനായിട്ട് ഞാനിവിടെ ലിവർ നന്നായി കഴുകി കുഞ്ഞു കുഞ്ഞു പീസാക്കി കുക്കറിലിട്ടിട്ടുണ്ട്. ഇനി അതിലേക്ക് നമുക്ക് സവാള, തക്കാളി, കറിവേപ്പില, പച്ചമുളക്, വെളുത്തുള്ളി, ഇഞ്ചിയും കൂടെ ജസ്റ്റ് ഒന്ന് ചതച്ചെടുത്തത് ഇത്രയും കൂടി ആഡ് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് എന്ത് ചെയ്യാം, ഇതിലേക്ക് ആവശ്യമുള്ള പൊടികളൊക്കെ ഒന്ന് ചേർത്ത് കൊടുക്കണം. മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കാം, മുളക് പൊടി, അത് എരിവിനനുസരിച്ച് ഉപയോഗിക്കാം കേട്ടോ. പിന്നെ മല്ലിപ്പൊടി ഒത്തിരി ഞാൻ ആഡ് ചെയ്യുന്നുണ്ട്. പിന്നെ അതിലേക്ക് കുരുമുളക് പൊടിയാണ്. പിന്നെ ആവശ്യത്തിന് നമുക്ക് ഉപ്പും കൂടി ആഡ് ചെയ്ത് കൊടുക്കാം. ഇനി അത് ജസ്റ്റ് ഒന്ന് നമുക്ക് എന്ത് ചെയ്യണം, ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇതിലേക്ക് ഞാൻ വെള്ളം ഒന്നും ആഡ് ചെയ്യുന്നില്ല. ഒരു ഗ്രേവി ടൈപ്പ് വേണമെന്നുള്ള രീതിയിലാണെങ്കിൽ നിങ്ങൾക്ക് ഈ സമയത്ത് വെള്ളം ആഡ് ചെയ്ത് കൊടുത്താൽ മതി കേട്ടോ. അപ്പം നമ്മൾ വരട്ടായതുകൊണ്ട് ഇതിലിപ്പോൾ ഉള്ളിയും തക്കാളിയൊക്കെ ഉള്ളതുകൊണ്ട് അതിൽ നിന്ന് നമുക്ക് അത്യാവശ്യം വെള്ളം വേവാനുള്ള വെള്ളം അതിൽ നിന്ന് കിട്ടും. അപ്പോൾ ഇതാ വെന്ത് വന്നിട്ടുണ്ട്. ഒരു വിസിലേ ഞാൻ അടുപ്പിച്ചിട്ടുള്ളൂ കേട്ടോ. ലിവറിന് അത്രേ വേവുള്ളൂ, പിന്നെ ഉള്ളിയും തക്കാളിക്കും അത്രേ വേവുള്ളല്ലോ. അപ്പോൾ ഇതവിടെ നന്നായിട്ട് നമുക്കിത് സെറ്റായി കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ജസ്റ്റ് ഒന്ന് ഇളക്കി ഒന്ന് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്ക് ഒരു ചട്ടി വെച്ച് കൊടുക്കാം. ചട്ടി വെച്ച് എണ്ണയൊക്കെ ചൂടാക്കിയെടുക്കാം. അതിലേക്ക് വലിയ ജീരകം, അതുപോലെ തന്നെ കറിവേപ്പില, ചുവന്ന മുളക് ഇത്രയും കൂടെ ഒന്ന് ആഡ് ചെയ്ത് കൊടുക്കാം. ഇതൊന്ന് സെറ്റായി വരുമ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, വേവിച്ച് വെച്ചിരിക്കുന്ന ആ ലിവറൊക്കെ നമുക്കിതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. ഇനി അത് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക. ഇളക്കി ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് നമ്മൾ ജസ്റ്റ് ചെറു തീയിലൊന്ന് എന്ത് ചെയ്യാം, ജസ്റ്റ് ആ ഒരു ഇതൊന്ന് സെറ്റാവാൻ വേണ്ടി ജസ്റ്റ് കുറച്ച് വെള്ളമൊക്കെ ഇല്ല, അതൊന്നും കൂടി ഒന്ന് വരട്ടിയെടുക്കാനായിട്ടൊന്ന് വെയിറ്റ് ചെയ്യാം. ഇതിലേക്ക് ഇനി എരിവോ അല്ലെങ്കിൽ എന്തെങ്കിലും മസാലയൊക്കെ വേണമെങ്കിൽ നമുക്ക് ഈ ഒരു ടൈമിൽ ആഡ് ചെയ്ത് കൊടുക്കാം കേട്ടോ. ഉപ്പൊക്കെ വേണമെങ്കിലൊക്കെ. ഞാനതിലേക്ക് ഒരല്പം ബേ ലീഫും അതുപോലെ തന്നെ ഒരല്പം കുരുമുളക് പൊടി, കുറച്ചും കൂടി ഒരു എരിവ് വേണം തോന്നിയിട്ടാണ്. പിന്നെ ഒരല്പം ഗരം മസാലയും കൂടി ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് കുറച്ചൊരു കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുത്ത് ജസ്റ്റ് ഒന്ന് ഇളക്കി കൊടുക്കുക. അപ്പോൾ ഈ ഒരു ഗ്രേവി ടൈപ്പ് വേണമെന്നുള്ളവർക്ക് ഇങ്ങനെ തന്നെ എടുക്കാം കേട്ടോ. അധികം ഡ്രൈ ആവണ്ടെങ്കിൽ നമുക്ക് ഈ ഒരു ടൈം ആകുമ്പോൾ നമുക്ക് ഓഫ് ചെയ്യാം. അത്യാവശ്യം സെറ്റായി വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒന്ന് ഒഴിച്ചു കൊടുക്കാം. എന്നിട്ട് ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. അപ്പം നമ്മുടെ ലിവർ വരട്ടിയത് ഇവിടെ റെഡി ആയിട്ടുണ്ട്. റെസിപ്പി ഇഷ്ടമെങ്കിൽ ട്രൈ ചെയ്ത് നോക്കണം. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കണ്ട. ഇങ്ങനത്തെ ഈസി റെസിപ്പിയായിട്ട് വീണ്ടും വരുന്നതാണ് കേട്ടോ. അപ്പോൾ നല്ല ടേസ്റ്റാണ്. എന്തായാലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം.